അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ഒരു മാസക്കാലമായി അള്ളാഹുവിൽ നിന്നുള്ള അതിഥി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രീതിയിൽ ആ അതിഥിയെ സൽക്കരിച്ചിട്ടുണ്ട്. നന്മകളാകുന്ന ആ സൽക്കാരങ്ങൾ കൊണ്ടെല്ലാം റമളാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവരെ സമർപ്പിക്കപ്പെടും. ആ റിപ്പോർട്ടിൽ നമ്മളുടെയൊക്കെ റാങ്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ റമളാനെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നത് അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. അള്ളാഹു നമുക്കേകിയ ഈ സവിശേഷമായ സന്ദർഭത്തെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം കൂടി വേണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളാരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ റസൂലെ എന്ന് സ്വഹാബിമാരപ്പോൾ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ എനിക്ക് ആ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പടച്ചോൻ്റെ അടുത്ത് അതൊക്കെ സ്വീകാര്യമായി എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ചെയ്തതിലൊക്കെയും പല ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടാവും. നോറ്റ നോമ്പിലും നമസ്കാരത്തിലും ദിക്റുകളിലും ഖുർആൻ പാരായണത്തിലൊക്കെ ന്യൂനതകൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെയും പടച്ചോനോട് പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചെയ്ത ഒരുപാട് സേവനങ്ങൾ, സ്വതക്കകൾ, ചിലപ്പോൾ റിയാഇൻ്റെ അംശങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകും. അതൊക്കെ പടച്ചോൻ പുറത്തു തരണമല്ലോ. അതുകൊണ്ട് ധാരാളമായി വിട പറയുന്ന സമയത്ത് നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്തിഗ്ഫാർ നമ്മൾ ഒടുവിലായി ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ നടത്തുക. കാരണം റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്നൊരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ റമളാനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തെറ്റുകളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിലാണ് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഇനി റമളാൻ കഴിഞ്ഞാൽ ഈ റമളാനിൽ നമ്മൾ ശീലിച്ച നന്മകളിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവണം. ഇതേപോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. കാരണം റമളാൻ ഒരു സവിശേഷമായ സന്ദർഭമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ നന്മകൾ നമ്മൾ അടുക്കി വെച്ചത്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതേ രൂപത്തിൽ നമുക്ക് ചിലപ്പോൾ ആ നന്മകളെല്ലാം അതുപോലെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. പക്ഷെ എന്ത് വേണം? എന്തെങ്കിലും ഒരു നന്മ നമ്മൾ റമളാനിൽ തുടങ്ങി വെച്ച പുതിയ ശീലങ്ങളിൽ, പുതിയ നന്മകളിൽ ഏതെങ്കിലും ഒരു നന്മ നമുക്ക് തുടർന്നും കൊണ്ടുപോകാൻ കഴിയണം. ചിലപ്പോൾ അത് രാത്രി നിസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ഖുർആൻ പാരായണമായിരിക്കാം, അല്ലെങ്കിൽ ദിക്റായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ സാമ്പത്തികമായി സഹായിച്ചതായിരിക്കും. ഏതെങ്കിലും ഒരു നന്മ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും കൊണ്ടുപോകാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല അദ്വമുഹാ വ ഇൻ ഖല്ല. കുറച്ചു കാലം കുറേ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ ചെറുതാണെങ്കിലും സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന നന്മയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മളിൽ ബാക്കിയുണ്ടാകും എന്നൊരു ഉറപ്പോടു കൂടിയായിരിക്കണം ഈ റമളാനിനോട് നമ്മൾ വിട പറയേണ്ടത്. പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ നന്മകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ റമളാൻ പടച്ചറബിൻ്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാക്കി മാറ്റി തരുമാറാകട്ടെ. സ്വീകാര്യമായ നോമ്പ് നോറ്റ് നാളെ റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരു റമളാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നീട്ടിത്തരട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.